ഈശോയുടെ സ്നേഹമുള്ളവരെ, ഇന്ന് പെസഹ ബുധനാഴ്ചയാണ്. നോമ്പിലെ 45-ാമത്തെ ദിവസം. നോമ്പുകാലത്തിൻ്റെ ഏറ്റവും കേന്ദ്രമായ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, വലിയ ശനി എന്നീ ദിവസങ്ങളിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ. വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ. ജനനവും ജീവിതവും കഴിഞ്ഞ് മരണോത്ഥാനങ്ങളിലൂടെ അവൻ സഭ സ്ഥാപിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നലെ നാം വായിച്ചു കേട്ട് പരിചിന്തനം ചെയ്ത സുവിശേഷത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്നും സുവിശേഷത്തിൽ പറയുക. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അത് ഈശോയുടെ പൂർത്തീകരിക്കപ്പെട്ട ബലിയെക്കുറിച്ചാണ് പറയുക. പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പിത്തള സർപ്പത്തെക്കുറിച്ച്. ആ പിത്തള സർപ്പത്തെ നോക്കിയവർ രക്ഷിക്കപ്പെട്ടു. ഈശോ വീണ്ടും പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു: മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും അവനിലേക്ക് നോക്കും, അതിലൂടെ എല്ലാവരും രക്ഷിക്കപ്പെടും എന്ന്. അതായത് അവിടുന്ന് ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകും. പാപം മൂലം നിത്യജീവൻ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ജീവൻ മുഴുവനായും തിരിച്ചു നൽകാൻ, അത് പരിപൂർണമായി നൽകാൻ, ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ വായിക്കുക: അവിടുന്ന് ബലിയായി തീർന്നു. ആ ബലിയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. പലർക്കും അതൊരു പരാജയമായിട്ട് തോന്നാം. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതാണ് വിജയം. ഒരേ കുരിശ് തന്നെയാണ് ചിലർക്ക് പരാജയത്തിൻ്റെ അടയാളവും നമുക്ക് വിശ്വാസികൾക്ക് വിജയത്തിൻ്റെയും ജീവൻ്റെയും അടയാളം. കുരിശിലാണ് അവിടുന്ന് രക്തം ചിന്തി ലോകത്ത് ഓരോരുത്തരെയും, ലോകത്തെ മുഴുവനായും രക്ഷിച്ചത്. രക്തം ചിന്താതെ പാപമോചനമില്ല. പാപമോചനത്തിലൂടെയാണ് രക്ഷ പൂർണ്ണമായിട്ട് കൈവരുന്നത്. ഇതാണ് എബ്രായർ ലേഖനത്തിലെ 9-ാം അധ്യായത്തിൽ ഇന്ന് നാം വായിക്കുന്നത്. നാം മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ ബലികളും ഈശോയുടെ ബലിയിൽ പൂർത്തീകരിക്കപ്പെട്ടു. അവനൊരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത്. ഇവിടെ അന്നുവരെയുള്ളതെല്ലാം മറ്റ് മൃഗങ്ങളുടെയും മറ്റു ജന്തുക്കളുടെയും രക്തം ചിന്തിയുള്ള ബലിയായിരുന്നു. അതിലൂടെ പാപമോചനം ലഭിച്ചു എന്നവർ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നത് ഈശോ മിശിഹ തൻ്റെ രക്തം ചിന്തുന്നത് വഴിയാണ്. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്തിലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. അന്നുവരെ ഉണ്ടായിരുന്നതെല്ലാം ഇല്ലാതായി. ഇവിടെ പഴയ നിയമത്തിലെ നിയമപ്രകാരമുള്ള മൃഗബലിയും രക്തം തളിക്കലും ഒന്നും വിലയിൽ, എല്ലാം അന്ന് കാലത്ത് വിലയുണ്ടായിരുന്നു. എന്നാൽ എല്ലാ ബലികളുടെയും കാഴ്ചകളുടെയും അടിസ്ഥാനമായി ഈശോ ബലി അർപ്പിച്ചപ്പോൾ ആ ബലികൾ ഇല്ലാതായി. അവർ വിചാരിച്ചിരുന്നത് അവരുടെ ബലിയർപ്പണം പാപമോചനത്തിന് ഉപകരിക്കും എന്നാണ്. എന്നാൽ അതൊരു ഉടമ്പടി എങ്ങനെയാണ് ഫലവത്താകുന്നതെന്നാണ് അവരെ സൂചിപ്പിച്ചത്. ഈശോയുടെ കാലത്തോടടുക്കുമ്പോൾ അന്നത്തെ പുരോഹിതന്മാർ മോശയുടെ നിയമം അനുസരിച്ച് ആട്ടിൻകുട്ടിയുടെ മേൽ പാപം ചുമത്തി അതിനെ കൊന്ന് അതിൻ്റെ രക്തം തളിക്കുമ്പോൾ പാപമോചനം ലഭിക്കുമെന്ന് പഠിപ്പിച്ചിരുന്നു. പുതിയ ഉടമ്പടിയിൽ ഈശോ പാപമോചനം നൽകുന്നു. അതേക്കുറിച്ചാണ് എബ്രായ ലേഖകൻ പറയുക: മറ്റെല്ലാ ബലികളും തുടരേണ്ടതും
തുടർന്നിരുന്നതുമായ ബലിയാണ്. എന്നാൽ കുരിശിലെ ബലി തുടരേണ്ടതില്ല, അത് പൂർത്തീകരിക്കപ്പെട്ട ബലിയാണ്. അന്നുവരെ ഉണ്ടായിരുന്നതെല്ലാം കുരിശിലെ ബലിയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് അർപ്പിച്ച രക്തം പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. കാരണം ഒരിക്കലുള്ള ബലി, അത് ഉടമ്പടിയുടെ ദാതാവ് രക്തം ചിന്തിയാൽ അന്നു മുതൽ ഉടമ്പടി ഫലവത്താവുകയും അന്നു മുതൽ രക്ഷ കൈവരിക്കപ്പെടുകയും ചെയ്യും. ഈശോ തന്നിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കാൻ കണ്ടുപിടിച്ച മാർഗം മറ്റുള്ളവർക്ക് പരാജയമായി തോന്നാം, രക്തം ചിന്തിയുള്ളത്. എന്നാൽ ഈ കുരിശിൻ്റെ തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് ശതാധിപൻ വിളിച്ചു പറഞ്ഞല്ലോ, ഇവൻ രക്ഷകനാണ് എന്ന്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 39-ാം വാക്യം. കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ, പാപത്തിൻ്റെ മേൽ അധികാരം പുലർത്താൻ, മനുഷ്യവംശത്തെ മരണത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, പിശാചിൽ നിന്നും രക്ഷിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യപുത്രന് മനുഷ്യരെല്ലാവരും ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധിയും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മിശിഹായും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. പാപപരിഹാരാർത്ഥം ബലിയർപ്പിക്കാനല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ വരാനിരിക്കുന്നത്. താൻ രക്ഷിക്കപ്പെട്ട സഭ, പിതാവായ ദൈവം ഈശോ മിശിഹായുടെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചുകൂട്ടപ്പെട്ട സഭ, ഈശോ മിശിഹായുടെ രക്തത്തിൽ പുതിയ ഉടമ്പടിയിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട സഭ, അവൾ രക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഞാനും അതുവഴി രക്ഷിക്കപ്പെടും. തന്നിലേക്ക് ആകർഷിക്കാൻ ഈശോ തിരഞ്ഞെടുത്ത മാർഗവും തന്നെ പിന്തുടരാൻ നടക്കുന്നവർക്ക് അവിടുന്ന് ആഗ്രഹിച്ച പാതകളും അസാധ്യമാണെന്ന്, പരാജയമാണെന്ന് നമുക്ക് തോന്നാം. എങ്കിൽ അതിനൊരു പ്രതിവിധിയുണ്ട്. ഇനിയുമുണ്ട് 3 ദിവസങ്ങൾ. കുരിശിലേക്ക് കണ്ണിമയ്ക്കാതെ നമുക്ക് നോക്കാം. നമുക്ക് കുരിശ് വഹിക്കാം. ഇത്രയും ദിവസം കർത്താവാണ് കുരിശ് വഹിച്ചത്. നമുക്ക് കുരിശ് വഹിക്കാം. ആ കുരിശുമായി അവനോടൊപ്പം ബലിയർപ്പിക്കാം. നമ്മുടെ കുരിശുകൾ അവൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. അത് വിജയത്തിൻ്റെ ചിഹ്നമാണ്. അത് രക്ഷയുടെ അടയാളവും നിത്യതയുടെ ഉറവിടവുമാണ്. അത് ഈശോയാണ് രക്ഷകൻ. വില കൊടുത്ത്, ജീവൻ കൊടുത്ത് നേടിയെടുക്കപ്പെട്ടവനാണ് ഞാൻ എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകാനായി ഈ ദിവസങ്ങളിലെ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത് നമുക്ക് ശക്തി പ്രാപിക്കാം. കുരിശിൻ്റെ തണലിൽ അഭയം തേടുന്നവർക്ക് രക്ഷ സുനിശ്ചിതമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കുരിശാണ്. എല്ലാ സംശയങ്ങൾക്കും നിവാരണം ഈശോയുടെ കുരിശാണ്. കുരിശിലെ ബലിയാണ്. എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ബന്ധുക്കളും സ്നേഹിതരും രോഗികളും ശുശ്രൂഷകരുമായവരെ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കാം. അവിടുത്തെ രക്തത്താൽ നാം കഴുകി ശുദ്ധീകരിക്കപ്പെടട്ടെ, രക്ഷിക്കപ്പെടപ്പെട്ടവരാകട്ടെ. ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.